ഹലോ. ഹലോ ഹലോ. ആ ആ എന്തടി, നീ പോയില്ലേ? ഞാൻ പോയിന്നടാ. നീ ആ ഇപ്പൊ പിന്നെ എവിടെയുള്ളത്? ഓ നമ്മള് വർക്കിലാ ഉള്ളെ. അതെയാ. ഉം. നിന്നോടൊരു കാര്യം പറയാനിട്ട് നിനക്ക് ആ ഉറങ്ങാൻ കഴിയുമെന്ന് അറിയില്ല. അതെന്ത് കാര്യം, ഉറങ്ങാൻ പറ്റാത്ത കാര്യം? ആ, അതാ പറയാനാ ഇന്നെ ഞാൻ വിളിച്ചത്. ആ, നീ പകലത്തെ കളി കണ്ടിട്ടുണ്ടാ? പകലത്തെ കളിയാ? ആ, എന്ത് കളിയാന്ന്? എന്ത് കളിയാ? നീ രാത്രിയല്ലേ കണ്ടിട്ടുണ്ടാവും, പകല് കണ്ടിട്ടില്ലല്ലോ. മോളെ, ഞാൻ രാത്രിയത്തെയും കണ്ടില്ല, പകലത്തെയും കണ്ടില്ല. അങ്ങോട്ട് എന്ത് കളിയാ പറ. ഞാനിന്നത് കണ്ടടാ. എന്ത് കളിയാന്ന് പറ. ഞാൻ പറയാനടാ, ആ കേക്കാക്കില്ല. ആ പിന്നെ ഞാനിന്ന് സെൻസ് തീർക്കാൻ വേണ്ടി പോയില്ലേ. ആ അപ്പൊ ഒരു വീട്ടിൽ കയറി. ഉം, അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു അവിടെ വീട്ടിൽ ആരും ഇല്ലാന്ന് വിചാരിച്ചു. ഉം, ആ, അപ്പൊ ഞാൻ വീട്ടിൽ കയറി കുറച്ച് സമയം അവിടെ നിന്ന് പുറത്ത് മുറ്റത്ത് നിന്ന്. ഉം, അപ്പൊ തിരിച്ചു വരാൻ നോക്കുമ്പോ അതിന്റെ ഉള്ളിൽ നിന്ന് എന്തെല്ലോ ശബ്ദം. ആ ഉം, ഊമലാക്കിയിട്ട്. ആ ആ അപ്പൊ ഞാൻ എടുത്ത് മെല്ലെ ജനലിന്റെ ഉള്ളിലോട്ട് നോക്കി. അപ്പൊ ഗ്ലാസ് പ്ലെയിൻ ആണ്. ആ അവരത് ഓർമ്മിച്ചിട്ടുണ്ടായിരിക്കും. ഏ അവരത് ഓർമ്മിച്ചിട്ടുണ്ടാവില്ല. ആ ഞാൻ മെല്ലെ ഗ്ലാസിന്റെ ഉള്ളിലോട്ട് നോക്കി. ആ നോക്കുമ്പോ രണ്ടാൾക്കാർ അതിന്റെ ഉള്ളിൽ. ആ ഉം. ഉം, അങ്ങനെ കട്ടിലിൽ കിടന്നിന്. ഉം, ഇല്ലാന്നല്ലോ. അപ്പൊ ഉം. ഞാൻ സെൻസസ് എടുക്കാൻ പോയ കാര്യാന്ന് വരെ മറന്നുപോയിടാ അവരെ കളി കണ്ടിട്ട്. ശ്ശേ, അമ്മാതിരി കളിയാ? അതും പകലാ? ആ, പകല്. നീ കേക്ക്. ഉം, ഞാൻ എന്നിട്ട് ഉം, ആടന്ന് പിന്നെ എനിക്ക് ഓർമ്മ, ഞാൻ സെൻസസ് എടുക്കാൻ പോന്നില്ലേ, ഉം, എടുക്കണ്ടേ. ഉം, അപ്പൊ എനിക്ക് ഇത് എടുക്കാണ്ട് പോകാനും പറ്റൂലല്ലോ. ഉം, ഞാൻ എന്നിട്ട് ബെല്ലടിക്കട്ടെ. പിന്നെ ഞാൻ ഉം. വിചാരിച്ചു, വേറെ കളിയും കണ്ടിട്ട് വേറെ അലോസരപ്പെടുത്തണമെന്ന് വിചാരിച്ചു. അല്ല, അപ്പൊ നീ ഇത് ഒളിഞ്ഞു നിന്ന് നോക്കിയല്ലേ? ആ, അത് കണ്ടിട്ട് എനക്ക് ബെല്ലടിക്കാനും തോന്നുന്നില്ല. ആ, ഉം. അത് കാണണ്ട കളിയാ മോനെ. നീ സ്വർഗത്തിലെ കട്ടുറുമ്പാകാൻ പോണേന്ന് പിന്നെ? പിന്നെ ഇത് കണ്ടാൽ ആരാ നോക്കാണ്ടിരിക്കും? വിട്ടെ, ഇനി ആണെങ്കിലും നോക്കും. നമുക്കൊന്നും ഇങ്ങനത്തെ ഒരു അവസരം കിട്ടുന്നില്ല ഒന്ന് കാണാൻ. ആ, എനിക്ക് കിട്ടൂല. എന്നിട്ട് കാണാൻ കേക്ക്. പറ്റി ഒന്ന് കളിക്കാനുള്ള അവസരം പോലും കിട്ടുന്നില്ല. ആ പറ. ഉം, എന്നിട്ട് നോക്കുമ്പോ ഉം, ഞാന് പിന്നെ എന്തിനു അങ്ങനെ ചോദിച്ചു. ഇനി എന്തായാലും എടുക്കാണ്ടൊന്നും പോകാൻ പറ്റൂല, ആ, ബെല്ലടിക്കട്ടെ അടിച്ച്. ആ, ബെല്ലടിച്ചത്. അപ്പൊ അവര് ഞെട്ടി എഴുന്നേറ്റ്. ആ, ആ നൃത്തം കണ്ടപ്പോ നീയാണെങ്കിലില്ലേ ആ, പറയണ്ട. ആ. അനക്ക് രണ്ടും കളഞ്ഞ്. അല്ല, ഈ കളീന്റെ ഇടക്കൂട്ടിയാന്നാ നീ വെല്ലടിച്ചേ? പിന്നെ അല്ലാണ്ട് അനക്ക് അയ്യോ, എടി പോത്തെ, അവരത് എനിക്ക് അത് പിന്നെ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോ ആ വീട്ടിൽ പോയാൽ മതിയാവൂലേന്നു? പിന്നെ ഇനി ആ വീട്ടില് പിന്നെയും വരണ്ടേ? ഇവിടെ അടുത്തൊന്നും ഒരു അത്രേ വീടുള്ളൂ. പിന്നെ ആദ്യം ഞാൻ പിന്നെ തോന്നി പിടിച്ച് അവിടെ എത്തണ്ടേ. അല്ലാണ്ട് നിനക്ക് ദുഷ്ടത്തരം കൊണ്ടല്ല, അവന്മാരെ അടന്ന് കളിച്ചോട്ടെന്ന് വിചാരിക്കാനല്ലേ ഉള്ളൂ എനക്ക് നിനക്ക്. ഇനി എന്തൊരു ഇഷ്ടത്തരം ഇവരെ. ഞാൻ കുറെ ഉം. ആസ്വദിച്ചു. അത് നീ പറഞ്ഞ ശരി. അതെ, ആസ്വദിച്ചു. എന്നിട്ട് ഉം, ഞാൻ നല്ല ബെല്ലടിച്ചപ്പോ അവരെ നൃത്തം കണ്ടിട്ട് ഞാനിടോ അത്ഭുതപ്പെട്ടു. ഉം, പറയേണ്ടത്. പക്ഷേ ഉം, എങ്കിലേ ചോദ്യം ഉം, ഇത്, ആ ഉം, ആണുങ്ങൾക്ക് ഉം. ഒരു 50 വയസ്സുണ്ടാവും. ആ, ആ, ചുള്ള പെണ്ണിനാണെങ്കിൽ ചെറിയ പ്രായടാ. കാണുമ്പോ ഒരു ഏ, അപ്പൊ 10-25 അത്രേ ഉള്ളൂ. ഉയർന്നു എനിക്ക് മനസ്സിലാകണ്ടായിട്ട് ഉണ്ടാവും. എടാ അങ്ങനെ തന്നെ, അനക്കെന്താ മനസ്സിലാവൂലേ? എന്നിട്ട് അല്ല, ഉം. അയാളെ ഭാര്യയിലാന്ന് ഉറപ്പാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി, അവര് പറഞ്ഞു. ആ പ്രായം വെച്ചിട്ട് നോക്കുമ്പോ അയാളെ ഭാര്യയേ അല്ല. അല്ല, ഭാര്യക്ക് ഒരു 10-45 വയസ്സുണ്ടാവുമല്ലോ. അല്ല, നീ കാണുമ്പോ എങ്ങനെയായിരുന്നു? ഫുള്ള് ഇങ്ങനെ ജനിച്ചപടി തന്നെ രണ്ടും പിന്നെ കളി? ഇല്ലാണ്ട് പിന്നെ അവര് തേച്ചും ഉണ്ടാവും. അത് പിന്നെ ഇങ്ങനെയാണ് എനിക്ക് പ്രായം മനസ്സിലായേ ആ സമയത്ത്. അയാളെ മുഖം കണ്ടതാ ഞാൻ. ആ, അത് എങ്ങനെയുണ്ട് രണ്ടും? രണ്ടും കൂടെ ഒരാൾ എങ്ങനെയുണ്ട്? ഉം, എന്നെ കൊണ്ടില്ലേ ഉം, കൊള്ളാം. ഉം. ഉം. നീയൊക്കെ കണ്ട് പഠിക്ക്. ചെറിയ പെണ്ണാണ്. പറ.
അതിന്റെ അപ്പൊ അവര് ബെല്ലടിച്ച വെപ്രാളത്തിൽ എണീറ്റതല്ലേ. അപ്പൊ അയാള് പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്ന് എന്നോട് ചോദിച്ചു. അയാളെ പരിങ്ങല് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇത് ഭാര്യ ഒന്നുമല്ല. പിന്നെ മോളെ ശരിയാവില്ലല്ലോ. അല്ല പുറത്തേക്ക് വരുമ്പോ ഒന്നുമില്ലേ? അതെല്ലാം ഭാര്യ ചുറ്റിട്ടുണ്ട്. തിരക്കിന് ഒന്നുമില്ലാണ്ട നിന്റെ മുന്നിൽ വന്നേ. അയാൾ ആദ്യം വന്നത്. അതെല്ലാം ഭാര്യ ചുറ്റിട്ടാ വന്നത്. അപ്പൊ പുറത്ത് വന്ന് എന്നോട് ചോദിച്ചു നീ എന്തേ ആരാന്നു ചോദിച്ചു. ഞാനിങ്ങനെ സെൻസസ് എടുക്കാൻ പറഞ്ഞാണ്. ഇവിടെ എത്ര ആളുണ്ട് എന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞ നമ്മള് ഞാനും എന്റെ ഭാര്യയും രണ്ടാളേ ഉള്ളൂ, വേറെ ആരുമില്ല. ഞാൻ അപ്പൊ ചോദിച്ചിട്ട് അപ്പൊ ഒന്നടുത്ത് സെൻസസിന്റെ കാര്യം വന്നപ്പോ പെണ്ണും മെല്ലെ ഇറങ്ങിയാണ്. പെണ്ണിന് മനസ്സിലായി ഇത് അറിയുന്ന ആരുമല്ല. അപ്പൊ പെണ്ണിന്റെ വെപ്രാളോ, പെണ്ണ് മറ്റേ ഇത് മുടിയെല്ലാം മറ്റേ ഇതുപോലെയുള്ളത്. അപ്പൊ ഞാൻ ചോദിച്ചു ഭാര്യ ഇതാരാന്ന്, ഭാര്യയാണെന്ന് ചോദിച്ചു. അയാളൊന്നും അനങ്ങുന്നില്ല. അയാള് പരിങ്ങല്, പെണ്ണിനും ഒരു പരിങ്ങല്. അപ്പൊ എനിക്ക് ഉറപ്പിച്ച് ഇത് ഭാര്യയല്ല, ആരുമല്ല. എന്തിനാ ഇത് ഭാര്യ? എനിക്ക് അവിടെ എത്ര ആളുണ്ട് എന്നുള്ള ഡീറ്റെയിൽ എനിക്ക് അറിയണ്ടു. ഞാൻ പിന്നെ അങ്ങനെ ആയിപ്പോയി. ചോദിക്കാണ്ട് എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ അവര് ഇതാക്കണ്ട. അല്ല അതെന്തോ ഉടായിപ്പോന്ന് എനിക്ക് ശരിക്കും മനസ്സിലായില്ല. രണ്ടും കൂടി. എന്നിട്ട് എനിക്ക് ചോദിക്കാതെ ആരാന്ന് ചോദിച്ചൂടമോ? ഞാൻ ചോദിച്ചപ്പോ പരിങ്ങല് അവർക്ക് അത് മോളൊന്നുമില്ല, അത് വേറെ എന്തോ സംഗതിയാണ്. ഒന്നിക്കയാളെ ബന്ധത്തിലുള്ളവരെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ വരുന്ന എന്തായാലും ഉടായിപ്പാന്ന് മനസ്സിലായല്ലേ? ഞാനാണെന്ന് കണക്ക് കൊടുത്ത് മടങ്ങി, അത്ര തന്നെ. എന്റെ മോനെ ആ കളി കണ്ടിട്ട് നിന്നോട് പറഞ്ഞില്ല എനിക്ക് ഒരു സമാധാനം കേട്ടാ. എന്തിന് എന്റെ മനസ്സമാധാനം കളയാനാ? മനസ്സമാധാനക്കേട്. പിന്നെ ഇനി ഈ ചിത്രം മുഴുവൻ എന്റെ മനസ്സിൽ ഉണ്ടാവുക, ഞാനിത് എവിടെയാ പോയിട്ട് തീർക്കുക? കൊണ്ടുപോയി തീർക്ക്. നീ ഇത് കണ്ട് ആസ്വദിച്ച് അതെ നീ ഇതെന്നാ ചെയ്യാ? ഞാനെന്തെങ്കിലും ചെയ്തോളൂ. നീ അറിയണ്ട. അപ്പൊ എന്തുകൊണ്ട് ഇതെല്ലാം പറയുമ്പോ എന്നാ പിന്നെ നമുക്കൊന്ന് സഹകരിച്ചാലൊന്ന് അങ്ങനെ എന്താ ചിന്ത പറയാം. മാതിരി എന്നാ പറയണ്ടേ? അല്ലേ നീ ശരിക്കും കണ്ടേന്നാണല്ലേ നീ കൈ നട്ടിട്ട് ചുമ്മാ എന്നാ ഇത് ആക്കാൻ വേണ്ടി പറഞ്ഞതാ? എന്നാ നീ വിശ്വസിക്കണ്ട, ഞാനിത് കണ്ടതാ. അതല്ല അങ്ങനെയൊക്കെ ഉണ്ടാവോ? അങ്ങനെയൊക്കെ ഉണ്ടാവോ? അവര് അല്ലെങ്കിൽ നീ എന്നിട്ട് അവര് നിന്നോട് ദേഷ്യപ്പെടുത്തൊന്നുമില്ല? എന്തിനീ ദേഷ്യപ്പെട്ടാലല്ലേ ഞാൻ ചോദിക്കൂല എപ്പോഴും. അപ്പൊ തന്നെ ഞാൻ ചോദിക്കൂല ഇതാരാ, അല്ല ഇത് എന്ത് പരിപാടിയാണ്. എന്ത് പരിപാടിയാണെന്ന് അവർക്കറിയാവോ? നീ ഞാൻ വന്നിട്ട് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. ഞാനിങ്ങനെ വേണ്ടേ? അവരെ വീട്ടിനകത്ത് അവരിഷ്ടമുള്ള രീതിയിൽ അവര് കളിക്കുന്നത്. അവർക്കൊരു നിന്നോട് ആരാ ഒളിഞ്ഞു നോക്കാൻ പറഞ്ഞു? അയാളെ ഭാര്യ അങ്ങനെ പ്രശ്നമില്ലേനു. ആരാരും തെറ്റ് ചെയ്ത നീ അതിനോട് പറഞ്ഞു അവർക്ക് ഒളിഞ്ഞോക്കെ. അവിടെ ആളില്ലാണ്ട ബെല്ലടിക്കാൻ നീ ഉണ്ടാണ്ടെങ്കിൽ വരും. അത് കണ്ടപ്പോ ഞാൻ നോക്കി, നീ ആയാലും നോക്കും. അമ്മമാർക്ക് കർട്ടനൊക്കെ എടുത്ത് കളിച്ചാ പോരെ? അതറിയില്ല, അവര് ഇത് വെപ്രാളത്തിന് അവര് മറന്നുപോയി. അവര് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഗ്ലാസ് എത്തിയിരുന്നു. 10 ശേഷം പെണ്ണിന് അത്രേ ഉള്ളൂ. എന്താ എന്റെ പ്രായം വെച്ചിട്ട് നോക്കുമ്പോ അറിയില്ലേ? അയാൾക്ക് 19 വയസ്സുണ്ട്. ഉണ്ട്. അയാളെ മുടിയിൽ ഒരുപാട് നരച്ച 50 വയസ്സായ മുഖയെല്ലാം കണ്ടാൽ മനസ്സിലാവൂല. മുഖം മനസ്സിലാവുന്നുണ്ട്. നല്ല ചൊറിയൂർക്കൊക്കെ അത്ര ആൾക്കാരുണ്ട്. പിന്നെ അപ്പൊ നിനക്കെത്ര വയസ്സുണ്ട്? എനിക്കിപ്പോ എത്രയാണ്? എനിക്കല്ലേ 30 വയസ്സ്. എന്നെ അയാളെ ഒരുമിച്ച് ഓടുന്നു. അല്ല, അപ്പൊ നിന്നെ കണ്ടാലും മനസ്സിലാവോ ആവുക? അയാൾക്ക് അയാളെ കണ്ടപ്പോ മനസ്സിലായി. അയാളെ കൊണ്ട് 25 വയസ്സിനെല്ലാം ഒരുമിച്ച് കളിക്കാനൊക്കെ പറ്റും? പറ്റൂല.
മോനെ വയസ്സൊന്നും ഒരു പ്രശ്നമല്ല മോനെ. നീ വെറുതെ ഓരോന്ന് പറഞ്ഞ അന്ന മൂട് കേട്ടില്ല. ഞാൻ പെട്ട് കളിക്കാനെ നല്ല സ്പിരിറ്റുള്ള കൂട്ടറാണെങ്കിൽ ഏത് വയസ്സിലും കളിക്കും. വീട്ടിന്റെ ആരും കിട്ടണ്ടേ? കിട്ടുമല്ലോ, ഇങ്ങനെയുണ്ടല്ലോ. ഓക്കെ എന്നാല്. എന്നാ ശരി, നീ സ്വപ്നവും കണ്ട ഉറങ്ങിക്കോ.